സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച്, പ്രത്യേകിച്ച് യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തെരുവിലേക്ക് ഇറക്കി അവരെ പ്രൊട്ടസ്റ്റ് ചെയ്യിപ്പിച്ച് അവരെ, കാരണം അവരുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ നടന്നിട്ടുണ്ട്, ബംഗ്ലാദേശ് നടന്നിട്ടുണ്ട്, പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി ലേറ്റസ്റ്റ് കോക്രോച്ച് പാർട്ടി, അതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. ഇതൊന്നും സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊരു സിസ്റ്റം ഉണ്ട്, ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ഉള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് പുതിയ ലേറ്റസ്റ്റ് ഫോം ഓഫ് ത്രെറ്റ്സ് നമുക്ക്. പക്ഷെ അവർ പറയുന്നത് ഇത് അസംതൃപ്തരായ യുവാക്കളുടെ സംഘടിപ്പിച്ച ഒരു രീതിയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം യുവാക്കൾ അസംതൃപ്തരാണെന്നാണ് അവർ പറയുന്നത്. എക്കാലത്തും യുവാക്കൾ ഒരു വിഭാഗം യുവാക്കൾ എപ്പോഴും അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും അതിനകത്ത്. കാരണം അവരുടെ ഉള്ളിൽ അത്രയും എനർജി ഉണ്ട്. ഏതൊരു രാജ്യമായാലും ശരി, നമുക്കറിയാം യുവാക്കളിൽ അത്രയും എനർജി ഉണ്ടായിട്ടുണ്ട്. അവർ വിചാരിക്കുന്ന, പിന്നെ അതുപോലെ ആ ഒരു പ്രായത്തിൽ വലിയ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ വേണം, സിസ്റ്റം ഇങ്ങനെ വരണം, അങ്ങനെയൊക്കെ ഉള്ളത്. അത് നല്ലതാണ്, തെറ്റൊന്നുമല്ല. പക്ഷേ ഇന്ത്യയിൽ ഇന്ന് ആ രീതിയിലേക്കുള്ള ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലല്ല. കാരണം ഈ വിഭാഗം ഇപ്പം ജെൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു 29 വയസ്സ് വരെ ആയിട്ടുണ്ട്. ഇപ്പം 29 വയസ്സായപ്പോഴത്തേക്ക് കുറേ ആളുകൾ ഇപ്പം ജോലിക്കും, അല്ലെങ്കിൽ ഇപ്പം ഒരു പട്ടാളത്തിലുള്ള ഒരാളാണെങ്കിൽ 17-18 വയസ്സിൽ ജോയിൻ ചെയ്ത് 10 വർഷം സർവീസ് ആയിട്ടുണ്ട്. ഇതേ ജെൻസിയിലുള്ള ആളുകൾ തന്നെയാണ് അതും. അപ്പം അങ്ങനെയുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തത്, ആ പെർസെപ്ഷനിലൂടെ ആളുകളുടെ ഉള്ളിൽ മനസ്സിൽ ഈ വിദ്വേഷവും പിന്നെ സിസ്റ്റം ശരിയല്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് അവർക്ക് ട്രിഗേഴ്സ് വേണം. അപ്പോൾ ആ ട്രിഗർ ചിലപ്പം പല തെറ്റുകൾ, ഇപ്പം നീറ്റ് എക്സാം അതൊരു തെറ്റാണ്, അതിനകത്ത് NTയുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൂടെ ആ ആളുകളുടെ മനസ്സിനകത്തുള്ള ആ വിഷമം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഈ രീതിയിലേക്കുള്ള വന്നിട്ട് ഒരു മാസീവ് ക്യാമ്പയിൻ ആക്കി സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവർ തെരുവിലേക്ക് ആളുകളെ ഇറക്കാൻ പറ്റുമോ, തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു അനാർക്കി സൃഷ്ടിച്ചിട്ട് ഒരു അട്ടിമറി നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പം ഈ ഒരു പുതിയ ഫോം ഓഫ് ത്രെറ്റ് ഭാരതത്തെ സംബന്ധിച്ചോളം നമ്മൾ കാണുക. ഇൻഫോർമേഷൻ വാർഫെയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാം ഇതെങ്ങനെയാണ്. ഇതൊരു ഇൻഫോർമേഷൻ വാർഫെയർ ആണ് ഈ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. ഈ കോക്രോച്ച് പാർട്ടി ആയാലും ശരി, അങ്ങ് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഇപ്പം ചിലപ്പം കോക്രോച്ച് പാർട്ടി അത് ചിലപ്പോൾ തന്നെ അങ്ങ് ഇല്ലാതാവും, അതല്ലെങ്കിൽ ചെറിയ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ പോകും. ഇതിന്റെ ഫോം മാറാം വേറെ രീതിയിൽ. പക്ഷേ ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ഇൻഫോർമേഷൻ വാർഫെയർ എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ ഇൻഫോർമേഷൻ വെച്ചിട്ട് എങ്ങനെ സിസ്റ്റത്തിനെ തകർക്കാം എന്നുള്ളതാണ്. അതിനകത്ത് ഫാൾസ് ഇൻഫോർമേഷൻ ഉണ്ട്, ഫേക്ക് ന്യൂസ് ഉണ്ട്, പ്രൊപ്പഗാൻഡ ഉണ്ട്. കോൺസ്റ്റന്റ് ആയിട്ട് നെഗറ്റീവ് ന്യൂസ് കൊടുത്ത് മനസ്സിനെ തന്നെ മാറ്റാൻ, അതായത് നമ്മുടെ ഇപ്പം അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതിന് ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻസ് എന്ന് പറയും. ഇൻഫ്ലുവൻസ് ചെയ്ത് അപ്പോൾ ആളുകൾ അവർ പറയുന്നത്, ഇതിന്റെ ഏറ്റവും ക്രക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ശരിയോ, ഈ പറയുന്നതിനകത്ത് അവർ പറയുന്ന വിശ്വസിക്കണമെന്നല്ല. അവരുടെ എയിം ഈ യുവതലമുറ ആര് പറഞ്ഞാലും വിശ്വസിക്കരുത് എന്നുള്ള രീതിയാണ്. അതാണ്. അപ്പൊ വിശ്വാസമില്ലായ്മ സൃഷ്ടിക്കുകയാണ് അവരുടെ എയിം. അത് ഇൻഫർമേഷൻ വാർഫെയറിന്റെ ഒരു അണ്ടർലൈനിങ് ഫാക്ടർ വിശ്വാസം ഇല്ലായ്മ. അതായത് സിസ്റ്റത്തിന് എനിക്ക് വിശ്വാസമില്ല, എനിക്ക് സുപ്രീം കോടതിയിൽ വിശ്വാസമില്ല, എനിക്ക് സൈനികരുടെ ഇന്ത്യൻ ആർമിയിൽ വിശ്വാസമില്ല, എനിക്ക് ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയിൽ എനിക്ക് വിശ്വാസമില്ല, ഇന്ത്യൻ പാരമ്പര്യത്തിന് എനിക്ക് വിശ്വാസമില്ല, എൻ്റെ അച്ഛനെ അമ്മയെ എനിക്ക് വിശ്വാസമില്ല, ആരെ എനിക്ക് വിശ്വാസമില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അപ്പൊ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഒരു ട്രിഗർ കിട്ടും. ആ ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ അവർ തെരുവിലേക്ക് ഇറങ്ങണം. ആ തെരുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടിച്ച കിട്ടാത്ത രീതിയിലേക്ക് അത് എങ്ങനെ വേണമെങ്കിലും മോബ് മെന്റാലിറ്റിയിലൂടെ മാറാം. അപ്പോൾ ചിലപ്പം കൗണ്ടർ ഫോഴ്സ് ഉപയോഗിക്കാം. ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാകുമ്പോൾ കുറെ കൂടെ അതിന് വയലന്റ് ആയിട്ട് പോകും. ഇതാണ് അതിന്റെ പാറ്റേൺ. ഇത് വളരെ സ്റ്റഡി ചെയ്ത് ഈ വാർഫെയറിനെ കുറിച്ച് എല്ലാ രാജ്യങ്ങളും സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു വെടി പോലും വെക്കാതെ മറ്റ് ശത്രു രാജ്യത്തിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള ഒരു വാർഫെയർ ആണ് ഈ ഇൻഫർമേഷൻ വാർഫെയർ. ഓക്കെ. അപ്പോൾ ഫോറിൻ വിദേശ ശക്തികളുടെയൊക്കെ തന്നെ ഇൻഫ്ലുവൻസിന്റെ പിന്നിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പം ഈ വിദേശ ശക്തികൾ എന്ന് പറയുമ്പം ചിലവർ എല്ലാ കാര്യത്തിലും വിദേശ ശക്തികൾ എങ്ങനെ വരും എന്നുള്ള രീതിയിലേക്ക് ചിലവർ ചോദിക്കാം. അത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളെ രാജ്യത്ത് ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അതിനകത്ത് യാതൊരു തർക്കമില്ല. നമ്മൾ പെർഫെക്റ്റ് ആണെന്നൊന്നും ഒരിക്കലും നമ്മൾ പറയാറില്ല. ജെന്യൂൻ ആയിട്ടുള്ള യുവാക്കളുടെ പ്രശ്നങ്ങളുണ്ട്. വേണ്ട രീതിയിലുള്ള തൊഴിൽ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സിസ്റ്റം 100% കറക്റ്റ് ആണെന്ന് നമ്മളാരും പറയുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഞാനും ശ്രീ ലിയോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സമയത്ത് ഭാരതത്തിന് പുറത്തിരുന്നിട്ട് ഭാരതത്തിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതെന്താ കാരണം? കാരണം ഇന്ത്യ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവരുടെ രാജ്യത്തിന് അത് ശരിയല്ല. അപ്പൊ അവർ ഗ്രോ ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് പാടില്ല. കാരണം അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് നോക്കാൻ അവർക്ക് ഇന്ത്യയെ ഇല്ലാതാക്കിയേ തീരൂ. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇന്ത്യയുടെ ഉള്ളിൽ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും.
അങ്ങനെ വർഷങ്ങളായിട്ട് നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ചെയ്തിട്ടും ഒന്നും റിസൾട്ട് വന്നില്ല. അപ്പോൾ എങ്ങനെ ചെയ്യും? പുതിയ ഫോം ഓഫ് വാർഫെയർ. ഇന്നത്തെ കാലത്തെ വാർഫെയർ എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്ത് സ്വന്തമായിട്ട് നാട്ടിൽ തന്നെ കലാപം പറ്റുന്ന രീതിയിലേക്ക് ചെയ്യുക. എക്സ്പ്ലോയിറ്റിംഗ് ദ പ്രൊട്ടസ്റ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷന്റെ പ്രൊട്ടസ്റ്റ് പൊട്ടൻഷ്യൽ, ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്, അതിനകത്ത് ഇത്രയും മിനിമം ആളുകൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നടത്താം എന്ന് റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ അവർ നോക്കുന്നത് ഒരു കാരണമാണ് നോക്കുന്നത്. എവിടെ ഇന്ത്യയുടെ ഉള്ളിൽ ഈ ഒരു ഭിന്നിപ്പിക്കാൻ പറ്റുന്ന കാരണം കിട്ടുമോ അവിടെ അവർ അത് ആ കാരണത്തിനിടയ്ക്ക് ഈ കാര്യം കൊണ്ടുവരും. അപ്പൊ ആരും അറിയുന്നില്ല ഇത് എപ്പോഴും തുടങ്ങുന്നു എപ്പോഴും അവസാനിക്കുന്നു എന്നുള്ളത്.